ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോം സൗണ്ട് ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നതെന്ന് ചിലവർക്ക് ഗസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. ഗസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പറയും, നമ്മളിപ്പോൾ നിൽക്കുന്നത് ക്രാന്തിവീര സംഗോളി റായന ബംഗളൂരു സ്റ്റേഷനിലാണ്. ഏത് ട്രെയിനാണ് പോകുന്നത്? ടൈറ്റിൽ കാർഡ് കണ്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഞാൻ പറയാം. ഉള്ളിലോട്ട് പോകാൻ നോക്കുന്ന ഇതാണ് ക്രാന്തിവീര സംഗോളി റായണ ബംഗളൂരു റെയിൽവേ സ്റ്റേഷൻ. നല്ല തിരക്കുള്ള സമയമാണ്, നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. ഇപ്പോൾ രാത്രിയല്ല, രാവിലെയാണ്, നേരം വെളുക്കുന്നതേ ഉള്ളൂ. നമ്മുടെ ട്രെയിൻ ഇവിടെ ഈ ഡിപ്പാർച്ചർ ബോർഡിൽ കാണിക്കുന്നുണ്ട്. ഡിപ്പാർച്ചർ ബോർഡിൽ രണ്ടാമത്തെ ട്രെയിനാണ് നമ്മുടെ ട്രെയിൻ 12677 ബംഗളൂരു എറണാകുളം ഇൻ്റർസിറ്റി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. നമ്മുടെ ചാനലിൽ ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു ട്രെയിനാണത്. ഇന്ന് ആ ട്രെയിനിന് അടിച്ചേക്കാന്ന് വെച്ചു. പ്ലാറ്റ്ഫോം നമ്പർ 2 നിന്ന് പുറപ്പെട്ട് രാവിലെ 6:10 നമുക്കന്ന് വേഗം ഉള്ളിലേക്ക് പോകാം. ഇപ്പോൾ സമയം ഏകദേശം 5:30 അടുത്തായിട്ടുണ്ട്, 5:20 ആയിട്ടുണ്ട്. നമുക്കിനി ഏകദേശം ഒരു 50 മിനിറ്റും കൂടെ ഉണ്ട്. നമുക്ക് പോയി നമ്മുടെ ലോക്കോ കണ്ട് അകത്ത് കയറണമല്ലോ. ഈ എൻട്രൻസ് വഴി തന്നെ കയറാം. പിന്നെ 4 മണിക്ക് ഉണർന്ന് രാവിലെ വിശക്കുന്നുണ്ട്. നമുക്കൊരു കാപ്പി കുടിച്ചിട്ട് പ്ലാറ്റ്ഫോമിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ റിഫ്രഷ്മെൻറ്റ് റൂം കിച്ചണിന് വേണ്ടി നിന്ന് ഒരു കോഫി കുടിക്കാം. നമ്മുടെ കാപ്പി മേടിച്ചു. ഇനി നമുക്ക് പ്ലാറ്റ്ഫോമിലോട്ട് പോകാം. ഈ കാപ്പി കുടിച്ച് കൊടുത്ത് പ്ലാറ്റ്ഫോം പോകാം കേട്ടോ. ബ്രിഡ്ജിൻ്റെ മുകളിൽ കാര്യം മൾട്ടിപ്പിൾ ട്രെയിൻസ് വന്നിട്ടേ ഉള്ളൂ. ഇവിടെ ഈ ഒന്നി കിടക്കുന്ന അറിവിൽ ലാൽബാഗാണ്. ഞാൻ ചെക്ക് ചെയ്തില്ല. 2 നമ്മൾ ട്രെയിൻ കിടക്കുന്നു. 3 ഏതൊരു ട്രെയിൻ ജസ്റ്റ് അറൈവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നല്ല തിരക്കാണ്. ഒരുവിധം ആ ഫുട് ഓവർ ബ്രിഡ്ജിന് താഴെ ഇറങ്ങി ഭയങ്കര തിരക്കായിരുന്നു. കഷ്ടപ്പെടാൻ താഴെ ഇറങ്ങിയത്. AC കോച്ച് പുറകിലേക്കാണ്. അപ്പോൾ നമ്മുടെ കോച്ചിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് പോയി നമ്മുടെ ലോക്കോ ഏതാണെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. കാരണം ഒരുപാട് പുറകില്ല. അപ്പോൾ എന്തിനാ റണ്ണിങ്ങിൽ ഇനി പകരമായി നോക്കാം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കെന്തായാലും ഇപ്പോൾ നോക്കിയേക്കാം. ലോക്കോനെ കൂടെ നടക്കുന്ന വഴിക്ക് ഒരു സാധനം കണ്ടു, അതൊന്ന് കാണിച്ചേക്കാമെന്ന് വെച്ചു. ഈ തരം കോച്ചുകൾ നിങ്ങൾക്ക് ആരെങ്കിലും ഓർമ്മയുണ്ടോ? ഇതാണ് പഴയ വേണാട് എക്സ്പ്രസിൻ്റെ കോച്ച്. പിന്നീട് ഇത് ചെന്നൈക്ക് പോയി. ചെന്നൈയിൽ നിന്ന് അത് വീണ്ടും കേരളത്തിൽ വന്നിട്ട് നമ്മുടെ ഇൻ്റർസിറ്റിയിൽ ഇപ്പോൾ ഓടുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലോക്കോ 22716 അരക്കോണത്തിന് വാപ്പ് 4. തൊട്ടപ്പുറത്ത് കിടക്കുന്നത് ലാൽബാഗ് എക്സ്പ്രസ് ആണ്. ഇവിടുന്ന് ബാംഗ്ലൂർ ഇപ്പോൾ ലാൽബാഗ്. എനിക്കൊന്ന് ലാൽബാഗാണ് ആദ്യം പോവാം. അത് കഴിഞ്ഞാൽ നമ്മൾ പോകും. എനിക്ക് എക്സാക്ട്ലി ടൈമിങ് ഞാൻ ശ്രദ്ധിച്ചില്ല. ഇതാണ് നമ്മുടെ ട്രെയിന് എറണാകുളം KSR ബംഗളൂരു. ഇപ്പോൾ വർക്കുന്ന KSR ബംഗളൂരു എറണാകുളം 12677 ഇൻ്റർസിറ്റി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. ഇതാണ് നമ്മുടെ യാത്ര. നമ്മുടെ യാത്ര എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് എറണാകുളം വരെ. ഞാൻ ബാംഗ്ലൂർ ടു എറണാകുളം ഫുള്ളും ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു തീരുമാനിച്ചില്ല എറണാകുളം വരെ പോകണോ പാലക്കാടോ തൃശ്ശൂരോ അല്ല ഇറങ്ങണമെന്നുള്ളത്. അപ്പോൾ ഈ ട്രെയിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ICF കോച്ചുകളാണ്, CBC കോച്ചുകളാണ്. അതായത് സെൻറ്റർ ബഫർ കപ്ലർ ഉള്ള കോച്ചുകളാണ്. CBC കോച്ചുകളാണ്. LHBയുടെ അതേ സാങ്കേതിക വിദ്യയാണ് ഇതിൻ്റെ കപ്ലറുകൾക്കും. അപ്പോൾ LHBയിലുള്ള പോലെ തന്നെ ജേക്കുകൾ നമുക്കിതിലും പ്രതീക്ഷിക്കാം. ഈ ട്രെയിൻ ഇന്നിപ്പോൾ യാത്ര ചെയ്യുന്നതിനൊരു കാരണമുണ്ട്. കാര്യം ഇതിൻ്റെ LHB കൺവേർഷൻ സാങ്ഷൻ ആയി കഴിഞ്ഞു. അപ്പം ഇനി LHB ആവുന്നതിന് മുമ്പ് ഇതിൻ്റെ പഴയ അവതാരത്തിൽ, ഇതിൻ്റെ പഴയ ICF അവതാരത്തിലൊരു വീഡിയോ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇന്ന് തന്നെ ഇത് അടിച്ചു പിടിച്ച് തീർക്കാനുള്ളൊരു കാരണം. ഇതാണ് നമ്മുടെ കോച്ച് 46. ഒരു മിഡിൽ സീറ്റാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഫോർവേഡ് ഫേസിംഗ് ആണ് ഭാഗ്യത്തിന്, പക്ഷെ മിഡിലാണ്. എന്തായാലും നമ്മുടെ ഡോറിലായിരിക്കും മിക്കവാറും സമയമൊക്കെ. നമുക്കെന്നാൽ പതുക്കെ നമ്മുടെ കോച്ചിനകത്തേക്ക് കയറാം. യാത്രക്കാരൊക്കെ അത്യാവശ്യം കയറി കഴിഞ്ഞു. ഇതാണ് നമ്മുടെ കോച്ച്. സ്റ്റാൻഡേർഡ് ICF ഇൻറ്റീരിയേഴ്സാണ്, പ്രത്യേകിച്ചൊന്നും പുതുമയില്ല. ഇവിടെയാണ് എൻ്റെ സീറ്റെന്ന് തോന്നുന്നു. അല്ല, 46 അയൽ സീറ്റാണ് ഭാഗ്യത്തിന്. ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് കിട്ടിയതൊരു അയൽ സീറ്റാണ്. ഈ കാണുന്ന അയൽ സീറ്റാണ് എൻ്റെ സീറ്റ്. മെയിൻ്റനൻസിനെ പറ്റി പറയുകയാണെങ്കിൽ സീറ്റ് കണ്ടിട്ട് വലിയ കുഴപ്പമില്ല. സീറ്റ് ബാക്കിൽ മറ്റേ കുപ്പി വെക്കാനുള്ള ബോട്ടിൽ ഹോൾഡേഴ്സ് ഒന്നുമില്ല. മാഗസിൻ പൗച്ചുണ്ട്, പിന്നെ ട്രേ ടേബിളുമുണ്ട്. ട്രേ ടേബിൾ വർക്കിംഗ് ആണ്, നല്ല അവസ്ഥയിലാണ് ട്രേ ടേബിൾ. ഇതൊക്കെയാണ് ഇതിനകത്തുള്ള. ചാർജിങ് പോയിൻ്റ് ഉണ്ട്, ഫാനുണ്ട്, ഫാനിൻ്റെ സ്വിച്ച് ഉണ്ട്. ഇവിടെ നല്ലോണം നേരം വെളുത്ത് വന്നു കഴിഞ്ഞു കേട്ടോ. സമയം ഇപ്പോൾ 5:50 ആവുന്നേ ഉള്ളൂ. അപ്പോഴേക്കും ഇത്രയും നേരം വെളുത്ത് കഴിഞ്ഞു. ഇതാണ് നമ്മുടെ കോച്ച്. C1 നമ്മൾ യാത്ര ചെയ്യുന്നത്. ഞാൻ നേരത്തെ സീറ്റ് കാണിച്ചു തന്നായിരുന്നു. ഭാഗ്യത്തിന് മിഡിൽ സീറ്റല്ല, അയൽ സീറ്റാണ്. ഇത് പുതിയ സംഭവമാണ്, ഡിജിറ്റൽ റിസർവേഷൻ ചാർട്ട്. നമ്മുടെ നാട്ടിലെ സ്റ്റേഷനുകളൊന്നും കണ്ടിട്ടില്ല. ഇവിടെ ഇതാദ്യമായിട്ട് കാണുകയാണ്. പക്ഷേ ഇതിനകത്ത് ഈ യാത്രക്കാരുടെ പേരും കൂടി കാണിക്കുന്നത് അത്ര നല്ലൊരു സ്വഭാവമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ജസ്റ്റ് വെയിറ്റിംഗ് ലിസ്റ്റ് നമ്പറും കറണ്ട് കോച്ച് നമ്പറും കാണിച്ചാൽ മതിയായിരുന്നു. എന്ത് തോന്നുന്നത് എനിക്ക്? യാർഡിലൊരു പുതുപുത്തൻ LHB SLR ഒന്ന് നടക്കുന്നുണ്ട്. സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയാണ്. 24557 24 ബിൽറ്റാണ്. അതിനപ്പുറത്ത് കിടക്കുന്നത് മയിലാടുതുറൈ മൈസൂർ എക്സ്പ്രസ് ആണ്. അതിന് കറക്റ്റ് സമയത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ലോക്കോ കണ്ടിട്ട് തിരിച്ചു പോവാം.
സമയമുണ്ട് നമുക്ക്. 6:10 നമ്മൾ പോലും 5:50 ആയതേ ഉള്ളൂ. ഇതാണ് നമ്മൾ ലോക്കോ 22716 ആരക്കോണത്തിൻ്റെ വാപ്പ് 4. നേരം വെളുത്ത് വന്നു കഴിഞ്ഞു. ഇപ്പോൾ സമയം 5:50 ആയിട്ടുള്ളൂ. ഇപ്പോഴേക്കും നല്ലോണം നേരം വെളുത്ത് കഴിഞ്ഞു. ലെഫ്റ്റ് സൈഡിലുള്ളത് ലാൽബാഗ് എക്സ്പ്രസ് ആണ്. മീൻവെൽ പ്ലാറ്റ്ഫോം നമ്പർ 3ലേക്ക് റോയപുരത്തിൻ്റെ 30690 വാപ്പ് 7 ഒരു ട്രെയിനിനെ കൊണ്ട് കയറി വരുന്നുണ്ട്. മുംബൈ CSMT ബാംഗ്ലൂർ ഉദ്യാൻ എക്സ്പ്രസ് ആണത്. ഉദ്യാൻ എക്സ്പ്രസ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഉദ്യാൻ എക്സ്പ്രസ് കറക്റ്റ് സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കത് ഇങ്ങനെ തൊട്ടിപ്പുറത്ത് നമ്മുടെ ഇൻ്റർസിറ്റിയിലൂടെ ഓടി കയറാൻ പറ്റുമായിരിക്കും. കൃത്യസമയം 6:10 നമ്മൾ ബാംഗ്ലൂർ സിറ്റി ജംഗ്ഷനിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. ആ മഞ്ഞ ഫ്ലാഷ് ചെയ്യുന്നത് ഒരു റിപ്പീറ്റർ സിഗ്നലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ സിറ്റി സ്റ്റേഷൻ അഥവാ KSR ബാംഗ്ലൂരിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങായി. തൊട്ടിപ്പുറത്ത് ലാൽബാഗ് എക്സ്പ്രസ് പോകാൻ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. അത് 6:25 നമ്മൾ പോയി കഴിഞ്ഞാകുമ്പോൾ. അതിന് വാപ്പ് 7 37270 കല്യാണിൻ്റെ ലോക്കമാണ്. നമ്മുടെ ട്രെയിനിൻ്റെ പതുക്കെ പുറത്തോട്ടിറങ്ങുന്ന കാണാം. ഇതാണ് ലാൽബാഗ് എക്സ്പ്രസിൻ്റെ ലോക്കോ. ലാൽബാഗ് എക്സ്പ്രസ്സൊക്കെ എനിക്ക് ഒരു പ്രാവശ്യം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ നോക്കാം, എന്തെങ്കിലും ഒരു അവസരം കിട്ടുമായിരിക്കും. നേരെന്താ ജസ്റ്റ് വെളുത്ത് വരുന്നതേ ഉള്ളൂ. നമ്മൾ ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുകയായി. നമ്മൾ ജസ്റ്റ് നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പായ കൻറ്റോൺമെൻറ്റിലേക്ക് എത്തണം. ഇവിടുന്ന് ഒരുപാട് പേര് കയറാനുണ്ടാവും. ഒരുപാട് പേര് കയറാനുണ്ട്. നമ്മൾ ജസ്റ്റ് കൻറ്റോൺമെൻറ്റിലെത്തി. ആ കാണുന്നതാണ് കൻറ്റോൺമെൻറ്റിലെ പഴയ കവേർഡ് ഷെൽട്ടർ ഏരിയ. അടിപൊളി ഷെൽട്ടർ ഏരിയ ആയിരുന്നത്. അതിപ്പോഴും ഉണ്ട് ഭാഗ്യത്തിന്. ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നതാണ് ബാംഗ്ലൂർ കൻറ്റോൺമെൻറ്റ് സ്റ്റേഷൻ്റെ പുതിയ ടെർമിനൽ ബിൽഡിങ്. പിന്നെ അപ്പുറത്തോട്ട് മാറി പുതിയ പ്ലാറ്റ്ഫോംസ് കാണാം. അപ്പം നമ്മളങ്ങനെ ജസ്റ്റ് കൻറ്റോൺമെൻറ്റിൽ നിന്ന് പുറപ്പെട്ടു. ഓപ്പോസിറ്റ് ലൈനിൽ ഏതോ ഒരു ട്രെയിൻ കയറി വരുന്നുണ്ടല്ലോ, ഒരു വാപ്പ് 4 ഹോൾഡ് ട്രെയിൻ.
ഈ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നിലാണ് നമ്മുടെ കോയമ്പത്തൂർ വന്ദേ ഭാരത് ഒരു ഹാൻഡിൽ നമ്മൾ പ്ലാറ്റ്ഫോംസ് ഫങ്ഷണലായി കഴിഞ്ഞു. അവിടെ അത് കണ്ടിട്ട് കുറേ AC എക്കണോമി കോച്ചുകൾ പുത്തനപ്പുറത്തുനിന്ന് കിടപ്പുണ്ട്. 2287 അരക്കോണത്തിൻ്റെ ബാബ് 4 കാച്ചിഗുഡ മൈസൂർ എക്സ്പ്രസ്. ഇപ്പുറത്ത് ഈ കാണുന്നത് മെട്രോ സ്റ്റേഷൻ്റെ പണിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ കാണുന്നത് മെട്രോ സ്റ്റേഷൻ എൻട്രൻസ് ആണ്. കാരണം മെട്രോ സ്റ്റേഷൻ അപ്പുറത്തെ സൈഡിൽ അണ്ടർഗ്രൗണ്ട് മെട്രോ സ്റ്റേഷനാണ്. ഇതാണ് മെട്രോ. ആ കാണുന്നതാണ് മെട്രോയുടെ വർക്ക്. മറ്റടുത്തുള്ളത് അതിൻ്റെ ഇതാണെന്ന് തോന്നുന്നു, അതിൻ്റെ അണ്ടർഗ്രൗണ്ട് എൻട്രൻസ് ആണ്. പോട്ടറി ടൗൺ മെട്രോ സ്റ്റേഷൻ അവിടെ എഴുതിയിരിക്കുന്നത്. നേരത്തെ ഒരു വീഡിയോയിൽ കൻറ്റോൺമെൻറ്റ് മെട്രോ സ്റ്റേഷൻ ഞാൻ പറഞ്ഞായിരുന്നു, തെറ്റ് ക്ഷമിക്കുക. ജസ്റ്റ് ബാംഗ്ലൂർ ഈസ്റ്റ് സ്റ്റേഷൻ വഴി പോകാനിപ്പോൾ. ഈസ്റ്റ് സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം ചെറുതാക്കും. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്ഡേറ്റ് ഒക്കെ നമുക്കിപ്പോൾ കാണാം. KSR ബാംഗ്ലൂരിലോട്ടുള്ളൊരു മെമോ ആണിത്. ഇതാണ് SMBTയിലോട്ട് പോകുന്ന ലൈന് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. വെയിലാണ്, എന്നാലും ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ. തൊട്ടപ്പുറത്താണ് പാൻട്രി കാർ. അവിടെ ഫുഡ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നല്ല മണം വരുന്നുണ്ട്. ആറൻകോ കാറ്ററിംഗ് ആണ് പാൻട്രി. നല്ല ഫുഡാണ് പണ്ടി വരെ. ഇപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നമ്മൾ ജസ്റ്റ് ബയ്യപ്പനഹള്ളി സ്റ്റേഷനോട് ഇപ്പോൾ കയറാൻ പോകണം. ഈ വലത്തോട്ട് പോകുന്ന റെയിൽവേ ലൈനില്ല, പോകുന്ന റെയിൽവേ ലൈൻ അത് ബെമലിൻ്റെ ഫാക്ടറിയിലേക്ക് പോകുന്ന ലൈനാണ്. വല്ലപ്പോഴും അതുവഴി വണ്ടികൾ പോകാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതായത് ബെമലിൽ നിന്ന് മാനുഫാക്ചർ ചെയ്യുന്ന കോച്ചുകൾ മെയിൻ ലൈനിലേക്ക് എത്തിക്കാൻ വേണ്ടി. കൃഷ്ണരാജപുരത്തിൻ്റെ വാപ് 7 39304 തൂത്തുക്കുടി മൈസൂർ എക്സ്പ്രസ് ആണ്.
അതായിരുന്നു ബയ്യപ്പനഹള്ളി സ്റ്റേഷൻ. ആ ബാക്കിൽ മുകളിലുള്ളതാണ് ബയ്യപ്പനഹള്ളി മെട്രോ സ്റ്റേഷൻ. മെട്രോന്ന് പറഞ്ഞാൽ ബയ്യപ്പനഹള്ളി നല്ലൊരു ഓപ്ഷനാണ്. കാര്യം ബയ്യപ്പനഹള്ളിയിൽ നിന്ന് നമുക്ക് ബാംഗ്ലൂരിൽ ഒരുവിധം ഭാഗങ്ങളിലേക്ക് മെട്രോന് ഇപ്പോൾ പോകാൻ പറ്റും. ഇതാണ് അപ്പുറത്തെ സൈഡിലുള്ള പ്ലാറ്റ്ഫോം. നമ്മുടെ സ്റ്റാർട്ടർ റെഡാണ്. ആക്ച്വലി കണ്ണൂർ യശ്വന്ത്പൂർ എക്സ്പ്രസ് മുകളിൽ കൂടെ പാസ് ചെയ്ത് പോകണം. എനിക്കൊന്നത് പോകാൻ വേണ്ടി നമ്മൾ വെയിറ്റിംഗ് ആണെന്ന് തോന്നുന്നു. മറ്റേ ബൈപ്പാസ് ലൈൻ വഴി, ബൈപ്പാസ് അല്ല, പാലം വഴി, ചെന്നസാന്ദ്ര ഓക്സിലറി പാനലിന് മുകളിലുള്ള പാലം വഴി അത് കടന്നു പോകണം. അതിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണെന്ന് തോന്നുന്നു. ഇവിടുന്ന് പാലം അത്ര ക്ലിയർ കാണാൻ കഴിയുന്നില്ല. G7 ഹോൾഡ് വണ്ടിയാണ്. (27978) ആസൻസോളിൻ്റെ. മുസാഫർപൂർ മൈസൂർ. ലോക്കോ ഇപ്പോൾ റൈറ്റിലോട്ട് കയറുന്ന കാണാം. നമ്മൾ മെയിൻ ലൈനെ ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് ഹൊസൂർ ലൈനിലേക്ക് കയറാൻ. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് പിടിക്കുക. അപ്പുറത്തെ സൈഡിൽ ഭയങ്കര വെയിൽ. ആ എക്സ്ട്രീം ലെഫ്റ്റ് കാണുന്ന കോൺക്രീറ്റ് വർക്കൊക്കെ പുതിയ ലൈനുകൾക്ക് വേണ്ടിയുള്ളതാണ്. നമ്മളിപ്പോൾ ഹൊസൂർ ലൈനിലേക്ക് കയറുക. റാമ്പ് കയറി തുടങ്ങി. ഹൊസൂർ ലൈൻ കുറച്ച് പൊക്കത്തിലാണ്. ഇപ്പോൾ റാമ്പ് കയറി നമ്മൾ പൊക്കത്തിലെത്തണം. അത് പൊക്കത്തിലാവാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെയിൻ ലൈനിലെ കടക്കാൻ വേണ്ടി ഇപ്പോഴത്തെ ഒരു പാലത്തിൽ കൂടെയാണ് കടക്കുന്നത്. ഇത് മീറ്റർ ഗേജ് കാലത്തുള്ളൊരു അലൈൻമെൻറ്റാണ് ആ പാലം എന്ന് പറയുന്നത്. ഇത് റാമ്പ് എൻ്റെ അറിവിൽ ബ്രോഡ് ഗേജ് വന്നപ്പോൾ പണിതാണ്. നല്ലൊരു വളവാണ്. ജസ്റ്റ് ഒരു പാസിങ് ഷോട്ട്. ഞാൻ പെട്ടെന്ന് ലെഫ്റ്റിലേക്ക് മാറും. നല്ല അടിപൊളി വളവാണിത്. റൈറ്റ് സൈഡിലെ മെട്രോയുടെ വയഡക്റ്റാണ്. അപ്പോൾ ഈ കാണുന്ന 2 ലൈനുകളാണ് മെയിൻ ലൈൻസ്. ഇതുവഴിയാണ് ചെന്നൈ ബാംഗ്ലൂർ ലൈനുകളാണ് ഈ കാണുന്ന 2. പിന്നെ ആ പാലത്തിന് അവിടെ ഒരു പാലം കാണുന്നുണ്ടോ? ആ പാലമാണ് യശ്വന്ത്പൂർ എന്നുള്ള ലൈൻ. ആ പാലത്തിൻ്റെ താഴെ കൂടെ ലെഫ്റ്റിലോട്ട് ലൈൻ വളഞ്ഞു പോകുന്ന കാണാൻ പറ്റും. അത് യലഹങ്കയിലോട്ട് പോകുന്ന ലൈനാണ്. ചെന്നസാന്ദ്ര വഴി യലഹങ്ക. ആ കാണുന്ന പാലമാണ് യശ്വന്ത്പൂർ എന്ന് വരുന്ന ലൈന്. യശ്വന്ത്പൂർ, ഇത് ശരിക്കും യശ്വന്ത്പൂർ സേലം ലൈനാണ്. ആ കാണുന്ന പാലം വഴിയാണ് യശ്വന്ത്പൂർ സേലം ലൈൻ കാണുന്നത്. ആ കാണുന്ന കുഞ്ഞു ബിൽഡിങ്ങാണ് ചെന്നസാന്ദ്ര ഓക്സിലറി പാനൽ. നമ്മൾ ഇന്നലെ വന്നത് ഗരീബ്രത്തിനായിരുന്നു. ഗരീബ്രത്തിൻ്റെ വീഡിയോയിൽ ആ ലൈനിൻ്റെ മുകളിൽ കൂടെ പോയിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന ലൈനാണ് യശ്വന്ത്പൂർ ലൈന്. അല്പം മുമ്പ് ഇതുവഴി കണ്ണൂർ യശ്വന്ത്പൂർ എക്സ്പ്രസ് പോയായിരുന്നു. ഈ വയഡക്റ്റിന് മുകളിൽ കൂടെ പോകുന്ന മെട്രോ ആണ്. ITPയിലേക്ക് പോകുന്ന മെട്രോ. ഈ കാണുന്ന ഓൾഡ് മദ്രാസ് റോഡാണ്. ആ പാലത്തിന് മുകളിൽ കൂടെ പോകുന്ന ഔട്ടർ റിംഗ് റോഡ്. നല്ല വെയിലാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഹൊസൂർ ലൈനിലേക്ക് കയറി സ്പീഡ് പിടിച്ചു തുടങ്ങി. ഇവിടെ റൈറ്റ് സൈഡിൽ ലാൻഡ് ലെവൽ ചെയ്തിട്ടുണ്ട് ട്രാക്കിന് വേണ്ടി.
ബേലന്തൂർ റോഡ് സ്റ്റേഷൻ. ഇത് മാറി 4 ലൈനുകളുള്ള വലിയ സ്റ്റേഷനാണ് പോകുന്നത് കേട്ടോ. നമ്മൾ ജസ്റ്റ് കാർമേൽറാം സ്റ്റേഷൻ എത്താറായി. കാർമേൽറാം സ്റ്റേഷനിലോട്ട് പോകുന്ന ഡബിളിങ്ങിൻ്റെ ലൈൻ അപ്പുറത്തെ സൈഡിലാണ് ഡബിളിംഗ് മാർക്ക് നടക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് കാണിച്ചു, നമ്മുടെ റെയിൽവേ എക്സ്പ്രസ് വീഡിയോയിൽ. ഇപ്പോൾ വെയിലായതുകൊണ്ട് ഞാൻ ആ സൈഡിലോട്ട് വീണ്ടും പോകുന്നില്ല. നമുക്ക് കാർമേൽറാമിൽ സ്റ്റോപ്പ് ഉണ്ട്. നമ്മൾ ജസ്റ്റ് സ്ലോ ഡൗൺ ചെയ്തപ്പോൾ സ്റ്റോപ്പിന് വേണ്ടി. കാർമേൽറാം മുതൽ കുറച്ചങ്ങോട്ട് ഇനി ഡബിൾഡാണ്. എനിക്കൊന്ന് ഹീലാലിക്ക് ആനേക്കൽ റോഡ് വഴി അങ്ങനെയൊക്കെ ഡബിൾഡാന്ന് തോന്നുന്നു. എക്സാക്ട്ലി അറിയില്ല, നമുക്ക് എന്തായാലും കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് പോയിൻറ്റ്സ് കടന്ന് ലെഫ്റ്റിലേക്ക്, അതായത് ഡബിൾ ലൈനിലാണല്ലോ, അപ്പോൾ ഡൗൺ ലൈനിലേക്ക് നമ്മൾ ജസ്റ്റ് പാസ് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയുള്ള സ്ലോ ഡൗൺ ആണ്. ഓപ്പോസിറ്റ് ലൈനിൽ ഏതോ ഒരു ട്രെയിൻ സ്റ്റേഷനിലേക്ക് കടന്നു വരുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് കാർമേൽറാം സ്റ്റേഷനിലേക്ക് കയറുന്നു. ഒരുപാട് പേര് കയറാണ്ട് ഇവിടുന്ന്. ഒരുപാട് പേര് കയറാണ്ട് ഇവിടെ. ഇത് ശരിക്കും ഈ ഇപ്പുറത്തുള്ള ITPL അതുപോലെ ഇലക്ട്രോണിക് സിറ്റി അങ്ങനെ എല്ലാവർക്കും കൂടി കമ്പൈൻഡായിട്ട് കൊള്ളാവുന്ന ഒരു സ്റ്റേഷനാണ്. സർജാപൂർ ഏരിയയിലാണിത്. ഈ സ്റ്റേഷൻ 1994 ബിൽഡ് ചെയ്തതെന്നാണ് പറയുന്നത്. ഇതാണ് സ്റ്റേഷൻ ബിൽഡിങ്. വളരെ ചെറിയ സ്റ്റേഷൻ ബിൽഡിങ്ങാണിത്. എനിക്ക് തോന്നുന്നത് മിക്കവാറും ഡബിൾ ലൈൻ കമ്മീഷനായി കഴിഞ്ഞത് ഹോൾട്ട് സ്റ്റേഷൻ ആവുന്നതാണ്. ഏതോ ഒരു ട്രെയിൻ വരുന്നുണ്ട്. സിഗ്നൽ പച്ചയാണ്, അപ്പം തന്നെ റൺ ത്രൂ ആണത്. പുതുച്ചേരി യശ്വന്ത്പൂർ വീക്കിലി എക്സ്പ്രസ് ആയിരുന്നത്. ഇനി പോട്ടനെ ഇൻ്റർവ്യൂവിൽ വേറെ ക്രോസിംഗ് ഒന്നുമില്ല. എന്തായാലും കുറച്ച് നേരം സീറ്റിൽ പോകണം. കുറച്ച് നേരം ഉള്ളിൽ പോയിരിക്കാം. നമുക്ക് നമ്മുടെ സീറ്റ് അവിടെ തന്നെ ബാക്കിയുണ്ട്. വേറെ ആരെങ്കിലും ഉപയോഗിച്ചോ കയറി ഇരുന്നൊക്കെ നമ്മളൊന്ന് അറിയണ്ടേ. ഇടയ്ക്കൊക്കെ ഒന്ന് പോകണ്ട അങ്ങോട്ട്. നമ്മൾ ജസ്റ്റ് ഹീലാലിഗ സ്റ്റേഷനിലേക്ക് എത്തി. സ്ലോ ഡൗൺ ചെയ്തു. ഇവിടെ നിന്ന് അങ്ങോട്ട് സിംഗിളാന്ന് തോന്നുന്നു വീണ്ടും. ഇവിടെ സ്റ്റോപ്പില്ല. ഇതാണ് സ്റ്റേഷൻ ബിൽഡിംഗ്. ഇത് പുതിയ ബിൽഡിംഗ് ആണ്. പഴയ ബിൽഡിംഗ് കുറച്ച് അപ്പുറത്തോട്ട് മാറിയാണ്. പുതിയ ബിൽഡിംഗ് ഒരു കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞു. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. ഹീലാലിഗ എന്ന് പറയുന്നത് നമ്മുടെ ബാംഗ്ലൂരിൻ്റെ പുതിയ സബർബൻ റെയിൽവേ പ്രോജക്റ്റിൻ്റെ ഒരു ടെർമിനസ് ആണ്. ഇതാണ് പഴയ സ്റ്റേഷൻ ബിൽഡിങ്. ഇത് വളരെ ചെറിയൊരു കെട്ടിടമായിരുന്നു. ഇതൊക്കെ മീറ്റർ ഗേജ് കാലത്ത് പണിത സ്ട്രക്ചേഴ്സ് ആണെന്നാണ് എൻ്റെ ഒരു അറിവ്. കാര്യം അവിടെ എവിടെ ഒരു സ്ഥലത്ത് ഇയർ ഓഫ് കൺസ്ട്രക്ഷൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പഴയ ബിൽഡിങ്ങാണിത്. ഇതാ നമ്മൾ പോയിൻറ്റ്സ് കടന്ന് അപ്പുറത്തോട്ട് കയറണം. അപ്പോൾ സിംഗിൾ ലൈനാണ് ഇനി മുന്നോട്ടും. അപ്പോൾ ആകെ കൂടി ഇവിടെ നിന്ന് നമ്മുടെ കാർമേൽറാമിൽ നിന്ന് ഹീലാലിഗ വരെയുള്ളൂ ഡബിൾ ലൈൻ ഇപ്പോൾ. ഇതായിരുന്നു ഹീലാലിഗ സ്റ്റേഷൻ. ഹിലാലിഗെ എന്നോ മറ്റോ ആണത് വായിക്കേണ്ടത്. നമ്മളത് ജസ്റ്റ് ഇപ്പുറത്തോട്ട് കിടക്കുന്നു.
നേരത്തെ പറഞ്ഞ ഇത് സബർബൻ ടെർമിനസ് ആവും. ഇത് പണി സബർബൻ്റെ വർക്ക് സ്റ്റാർട്ടായിട്ടേ ഉള്ളൂ. സബർബൻ ടെർമിനസ് ആവും ഇത്. ഇപ്പോൾ അവിടെ തൽക്കാലം ഒരു ഫ്രൈറ്റ് ലോഡിംഗ് സ്റ്റേഷനും മറ്റൊക്കെ ഉണ്ട്. ഇത് ചന്ദാപുര ഭാഗമാണ്. ചന്ദാപുര സൈഡാണിത്. ചന്ദാപുര എന്ന് പറയുന്നത് നാരായണ ഹൃദയാലയ, അതുപോലെ ഇലക്ട്രോണിക് സിറ്റി ഒന്നും ഇല്ല ദൂരം. അപ്പോൾ സത്യം ഹിലാലിക്ക് സബർബൻ ടെർമിനസ് ആയി കഴിഞ്ഞാൽ ഈ ചന്ദാപുര ഇൻഡസ്ട്രിയൽ ഏരിയയിലും അതുപോലെ ഇലക്ട്രോണിക് സിറ്റി ഭാഗത്തും ഒക്കെ ഉള്ള ആൾക്കാർക്ക് വളരെ പ്രയോജനകരമായിരിക്കും. മേ ബി സബർബൻ സിസ്റ്റം വന്നു കഴിഞ്ഞാൽ എനിക്കൊന്ന് ഇവിടെ മെട്രോ ലൈനും ചന്ദാപുര അടുത്ത് വരെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഹിലാലിക്ക് ഒരു ബെറ്റർ ചോയ്സ് ആയിരിക്കും കാർമൽ റാമിനെ കാട്ടും. ഈ കാണുന്ന റോഡ് നാഷണൽ ഹൈവേ ആണ്. നമ്മുടെ നാട്ടിൽ നിന്ന്, കേരളത്തിൽ നിന്ന് നമ്മൾ സേലം വഴി വരുമ്പോൾ ഇതുവഴിയാണ് പോവുക. ധർമ്മപുരി കേസർ ബംഗളൂരു മെമു ആണ്. ഇവിടുന്ന് അങ്ങോട്ടും സിംഗിൾ ലൈൻ തന്നെയാണ്. ഞാൻ പ്രതീക്ഷിച്ചു ഇവിടെ നമ്മൾ ഡബിൾ ആയിട്ടുണ്ടാവും. അങ്ങോട്ടും സിംഗിൾ തന്നെയാണ്. ആനേക്കൽ റോഡ് എന്ന് പറയുന്നത് കർണാടകയിലത്തെ ലാസ്റ്റ് സ്റ്റേഷനാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ തമിഴ്നാട്ടിലേക്ക് കയറും. തമിഴ്നാട്ടിലോട് കയറി കഴിഞ്ഞോ എന്നൊരു സംശയം കേട്ടോ. ഇപ്രാവശ്യവും ഞാൻ മിസ് ചെയ്തു തോന്നുന്നു ബോർഡർ ക്രോസിംഗ്. ഈ കാണുന്ന ഒരു ഫ്രൈറ്റ് സൈഡിങ്ങിൻ്റെ ലൈനാണ്. ഒരു പ്രൈവറ്റ് ഫ്രൈറ്റ് സൈഡിങ് ആണ്. പേര് ഞാൻ മറന്നുപോയി. സ്റ്റീൽ കമ്പിയൊക്കെ മെയിനായിട്ട് കാണുന്നത്. മിസ് ചെയ്തില്ല, പ്രാവശ്യം കിട്ടി എനിക്ക്. നമ്മളങ്ങനെ ഹൊസൂർ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇവിടെ അരക്കോണത്തിന് 22671 വാപ്പ് 4 കാത്തു നിൽക്കുന്നുണ്ട്. നാഗർകോയിൽ ബംഗളൂരു SMBB എക്സ്പ്രസ്സുമായിട്ട്. ഇത് കാക്കനാട ടൗൺ ബാംഗ്ലൂർ ശേഷാദി എക്സ്പ്രസ്സുമായിട്ട് റേക്ക് ഷെയറിങ്ങുള്ള വണ്ടിയാണ്. നാഗർകോയിൽ എൻ്റെ പിന്നെ റേക്ക് ഷെയറിംഗ് ഉണ്ട്. നാഗർകോയിൽ കൊച്ചുവേളി പാസഞ്ചറുമായിട്ടും. നമ്മളങ്ങനെ ഹൊസൂരെത്തി. സിഗ്നൽ റെഡാണ്. ഹൊസൂർ വിടുന്നതോടുകൂടി ഞാൻ പോയി എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. കാരണം അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ക്രോസിംഗ് കൂടി ഉണ്ട്. നമുക്ക് ഗാർഡ് സെക്ഷൻ കവർ ചെയ്യണം.
ഇതാണ് നമ്മുടെ കോച്ച് 176155. ഞാൻ മേടിച്ച് വെച്ച പൊങ്കലൊക്കെ ഇപ്പോൾ തണുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ഞാൻ മേടിച്ച് വെച്ചിരിക്കുന്ന പൊങ്കൽ. ഇതാണ് പൊങ്കൽ. അതിൻ്റെ കൂടെ ഒരു ചട്നിയാണോ സാമ്പാറാണോ എന്നറിയില്ല, എന്തൊരു സാധനം കൂടെ തന്നിട്ടുണ്ട്. ഞാൻ നല്ല കഴിച്ചു. നമ്മൾ ജസ്റ്റ് പെരിയനാകത്തുണയൊക്കെ കഴിഞ്ഞ് രായക്കോട്ടയിലോട്ട് എടുത്തുകൊണ്ടിരിക്കുന്നു. ഇതൊരു ഘാട്ട് സെക്ഷനാണ്. അതിൻ്റെതായ ഒരു സ്പീഡ് ലിമിറ്റേഷൻ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ റോട്ടിൽ കൂടെ പണ്ട് ഡീസൽ ലോക്കോയിൽ പോകുമ്പോൾ തന്നെ അടിപൊളി ഫീലിംഗ് ആണ്. ആ സൗണ്ടും എല്ലാം പോയി. സേലം യശ്വന്ത്പൂർ എക്സ്പ്രസ് ആയിരുന്നു നമുക്ക് വേണ്ടി രായക്കോട്ടയിൽ വെയിറ്റ് ചെയ്തത്. അങ്ങനെ രായക്കോട്ട കഴിഞ്ഞു. ഇനി അടുത്തത് ധർമ്മപുരിയാണ് നമുക്ക് സ്റ്റോപ്പുള്ളത്. നമ്മളപ്പോൾ അങ്ങനെ ഡെക്കൻ പ്ലാറ്റോന്ന് താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഡെക്കൻ പ്ലാറ്റോ നമ്മൾ ഇറങ്ങി സേലം എത്തുമ്പോഴേക്കും നമ്മൾ ഏകദേശം ഗ്രൗണ്ട് ലെവലിലെത്തും. അറിയാം, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും ബാംഗ്ലൂർ ഹയർ ഓൾട്ടിറ്റ്യൂഡിലാണ് എന്നുള്ളത്. നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം കേവ്സും മലകളും ഒക്കെ ഉള്ളത്. കുറച്ചുകൂടി കഴിഞ്ഞാൽ നമ്മൾ ധർമ്മപുരി കഴിയുമ്പോൾ നമ്മൾ തൊപ്പൂർ എന്നൊരു ഘാട്ട് സെക്ഷൻ ഇറങ്ങും. അവിടെ ഒരു ബ്രേക്ക് ടെസ്റ്റിംഗ് ഹോൾട്ട് പണ്ടുണ്ടായിരുന്നു. ഇപ്പോഴും വർക്കിങ്ങിൽ ബ്രേക്ക് ടെസ്റ്റിംഗ് ഹോൾട്ട് ഉണ്ടോ എന്നുള്ള അറിയില്ല. തീർച്ചയായിട്ടും നമുക്ക് നോക്കാം. ശിവടി കഴിഞ്ഞിട്ടൊരു ബ്രേക്ക് ടെസ്റ്റിംഗ് ഹോൾട്ട് ഉണ്ടായിരുന്നു. ഇവിടേക്ക് ഇപ്പോൾ അത്യാവശ്യം നല്ല സ്പീഡുണ്ട് ട്രെയിനിന്. ട്രാക്ക് റീപ്ലേസ്മെൻറ്റ് വർക്ക് നടക്കുന്നുണ്ട്. അതിൻ്റെയാണ് സ്ലോ ഡൗൺ. പുതിയ ട്രാക്ക് കിടക്കുന്ന പുതിയ ട്രാക്കുകൾ ലൈൻ കിടക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. റെയിലുകൾ കിടക്കുന്ന കണ്ടിട്ടുണ്ടാവും. നമുക്കിനി സേലത്തേക്ക് എത്താൻ ഒരു 75 കിലോമീറ്റർ കൂടി ഉണ്ട്. സേലത്ത് വെച്ച് നമ്മൾ ചെന്നൈ മംഗലാപുരം മെയിൻ ലൈനുമായിട്ട് ജോയിൻ ചെയ്യും. എനിക്ക് നമ്മൾ ധർമ്മപുരി സ്റ്റേഷനിൽ എത്താറായെന്ന് തോന്നുന്നു. ജസ്റ്റ് ധർമ്മപുരി സ്റ്റേഷനിലേക്ക് എത്തണം.
വലിയ ഡിലേ ഇല്ല കേട്ടോ, ജസ്റ്റ് 4 മിനിറ്റ് ലേറ്റ്. അപ്പം നമ്മളങ്ങനെ ധർമ്മപുരിയിലെത്തി. ഇതാണ് ഇപ്പോഴത്തെ പ്ലാറ്റ്ഫോം നമ്പർ 1, മെയിൻ പ്ലാറ്റ്ഫോം, സ്റ്റേഷൻ ബിൽഡിങ്ങിലെ പ്ലാറ്റ്ഫോം. എന്തുകൊണ്ടാണ് ഇതിൽ കയറ്റാണ്ട് നമ്മൾ അപ്പുറത്തൊന്ന് കയറ്റുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ലൂപ്പ് ലൈനിൽ കയറി വരാൻ സമയം കുറേ നഷ്ടപ്പെട്ടതിന് അതിൻ്റെ ആ സമയം നഷ്ടം അവർ അവോയ്ഡ് ചെയ്ത് നമ്മൾ മെയിൻ ലൈൻ പ്ലാറ്റ്ഫോമിൽ കൊണ്ട് നിർത്തി. എന്നാലും അപ്പോൾ അങ്ങനെ നമ്മൾ ധർമ്മപുരിയിൽ നിന്ന് പുറപ്പെട്ടു. നമ്മൾ ജസ്റ്റ് ശിവാഡി എന്ന് പറയുന്ന സ്റ്റേഷൻ പാസ് ചെയ്തു. ഇനി ഇത് കഴിഞ്ഞാലാണ് ചുരം തുടങ്ങുന്നത്. ഇവിടുന്ന് ഒരു നല്ലൊരു ഘാട്ട് സെക്ഷനാണ്. നമുക്ക് ഇറക്കമിറങ്ങി നമ്മൾ നേരെ തൊക്കൂർ അങ്ങനെ ഓമലൂരിലേക്ക് പോയി കയറും. കുരങ്ങന്മാരുണ്ട്, ഫാമിലിയുടെ കൂടി വരുന്നുണ്ട്. അവിടെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലമുണ്ട്, കണ്ടോ?
ഹോൾട്ട് സ്റ്റേഷനാണ്. പണ്ടൊക്കെ ട്രെയിനുകൾ ഇവിടെ കമ്പൽസറി നിർത്തണമായിരുന്നു. ചുരം ഇറങ്ങി കഴിഞ്ഞ് ഇവിടെ നിർത്തി ഇവിടെ ഒരു ഫോണുണ്ട്. ആ ഫോണിൽ നിന്ന് ശിവടിയിലേക്ക് വിളിക്കണമായിരുന്നു ട്രെയിൻ സേഫ്ലി താഴെ എത്തി എന്നുള്ളതിന്. ബ്രേക്ക് ടെസ്റ്റിംഗ് ഹോൾട്ടായിരുന്നു. ഇപ്പോൾ സിസ്റ്റം എടുത്തു കളഞ്ഞു തോന്നുന്നു. ബ്യൂട്ടിഫുൾ അല്ലേ? ഈ റൂട്ട് വളവുകളിലൊരു താഴ്വരതര തന്നെയാണ്. ഒരുപാട് വളവുകളാണ്. വളഞ്ഞ് പൊളഞ്ഞാണ് നമ്മൾ ചുരം ഇറങ്ങി പോകുന്നത്. കാണാൻ പറ്റുന്നത് അതാണ് തൊപ്പയാർ ഡാം. അതാണ് തൊപ്പയാർ ഡാം. തൊപ്പയാർ ഡാമിൽ കാര്യമായിട്ട് വെള്ളമൊന്നുമില്ല. അതായത് ഡെഡ് സ്റ്റോറേജിനും താഴെയാണ് വെള്ളം. അപ്പോൾ ഏകദേശം ഘാട്ട് സെക്ഷനൊക്കെ കഴിഞ്ഞു. നമ്മൾ ഏകദേശം ഏറെക്കുറെ താഴെ ഇറങ്ങി വന്നു കഴിഞ്ഞു. തൊപ്പൂർ സ്റ്റേഷൻ പാസ് ചെയ്യുന്നതോടുകൂടി ഘാട്ട് കഴിയുന്ന അതിൻ്റെ റോഡ് പിന്നെ നേരെ ഓമലൂരിലേക്ക് കയറും. നമ്മൾ ഓമലൂർ കഴിഞ്ഞാൽ സിസ്റ്റം. ജസ്റ്റ് ഓമലൂർ എടുത്തുകൊണ്ടിരിക്കുന്നു. ഓമലൂർ വെച്ച് നമ്മൾ മേട്ടൂർ ഡാമിൽ നിന്ന് വരുന്ന ലൈനുമായിട്ട് മേർജ് ചെയ്യും. അങ്ങനെയാണ് അത് ഓമലൂർ ജംഗ്ഷൻ ആയത്. മേട്ടൂർ ഡാം ലൈനിൻ്റെ ഒരു വീഡിയോ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരു വളരെ എംപ്റ്റി ആയിട്ട് ഓടുന്ന ട്രെയിനാണ് ഈറോഡ് മേട്ടൂർ ഡാം എക്സ്പ്രസ്. അന്ന് എക്സ്പ്രസ് സ്പെഷ്യലായിരുന്നു, ഇപ്പോൾ പാസഞ്ചർ സ്പെഷ്യലാണ്. ആ കാണുന്നതാണ് മേട്ടൂർ ഡാം ഓമലൂർ ലൈൻ. മേട്ടൂർ ഡാം എന്ന് വരുന്ന ലൈനാണ്. ഫ്ലൈറ്റ് മാത്രമല്ല, ഞാനീ പറഞ്ഞ ഈ ഒരു ഈറോഡ് മേട്ടൂർ ഡാം പാസഞ്ചർ മാത്രമേ ഉള്ളൂ യാത്രാ വണ്ടിയായിട്ടുള്ളത്. നമ്മൾ ഈ പാലം കടക്കുന്നതോടുകൂടി നമ്മൾ സദേൺ റെയിൽവേയിലേക്ക് കയറും. അതായിരുന്നു പരിധി. നമ്മളിപ്പോൾ സദേൺ റെയിൽവേയിലേക്ക് കയറി. ഇതാണ് ഓമലൂർ ജംഗ്ഷൻ സ്റ്റേഷൻ.
അങ്ങനെ ഓമല്ലൂർ കഴിഞ്ഞു. ഇനിയിപ്പോൾ മാഗ്നസൈറ്റ് ബൈപ്പാസ് ജംഗ്ഷൻ, അവിടെ നിന്ന് അങ്ങനെ നമ്മൾ സേലം ജംഗ്ഷനിലേക്ക് കയറും. സൈഡിൽ നമ്പറാണ് 32067. GMO ഗോമോ ഷെഡ് തന്നെയാണ്. ബാംഗ്ലൂർ കണ്ടോൺമെൻറ്റ് വന്ദേ ഭാരതാണ് പോയത്. ഇതാണ് മാഗ്നസൈറ്റ് ജംഗ്ഷൻ. ആ വലത്തോട്ട് പോകുന്ന ലൈന് സേലം ജംഗ്ഷനിൽ നിന്ന് വരുന്ന ലൈനാണത്. പണ്ട് ട്രെയിനുകൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നത്, ഈ ലൈൻ തുറക്കുന്ന വരെ. ആ മോളിൽ കൂടെ പോകുന്നതാണ് മെയിൻ ലൈൻസ്, ചെന്നൈ മാംഗ്ലൂർ മെയിൻ ലൈനും. അതിനപ്പുറത്തുള്ളതാണ് മാഗ്നസൈറ്റ് ജംഗ്ഷൻ ക്യാബിൻ. കണ്ടോന്നറിയില്ല. ഈ സ്ട്രെച്ച് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ്. സ്ട്രെച്ച് ശരിക്കും പഴയ മീറ്റർ ഗേജ് അലൈൻമെൻ്റ് ആണ്. അതവർ സേലം ലൈൻ, സേലം ബാംഗ്ലൂർ ലൈൻ മീറ്റർ ഗേജിൽ നിന്ന് കൺവേർട്ട് ചെയ്ത സമയത്ത് ഈ സ്ട്രെച്ച് മാത്രം കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ട്രെയിനുകളൊക്കെ നേരെ മാഗ്നസൈറ്റ് ജംഗ്ഷൻ അപ്പുറമായിട്ട് മെയിൻ ലൈനിലോട്ടൊന്ന് ചേരുമായിരുന്നു. പിന്നീടാണ് ഇത് കൺവേർട്ട് ചെയ്തത്. കൺവേർട്ട് ചെയ്തിട്ട് എനിക്കൊന്നൊരു 1 വർഷത്തിൽ താഴെയുള്ളൂ ആയിട്ടുണ്ട്.
മെയിൻ ലൈനിൽ തുഗ്ലകാബാദിന് 31608 ഒരു പാർസൽ ട്രെയിനാണെന്ന് തോന്നുന്നു. അതാണ് മെയിൻ ലൈന്. പാർസൽ ട്രെയിനായിട്ട് മെയിൻ ലൈനിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്റ്റേഷനോട്ട് കയറിയിട്ട് വേണം അവനെ കയറാൻ. അപ്പോൾ അതാണ് ചെന്നൈ മാംഗ്ലൂർ മെയിൻ ലൈന്. നമ്മൾ ഈ അവോയ്ഡിങ് ലൈൻ വഴി കയറി വന്ന് നമ്മൾ സേലം ജംഗ്ഷനോട്ട് കയറാൻ പോകണം. SAMGI എന്നിരിക്കുന്നുണ്ടോ? SA സേലം, MGI മാഗ്നസൈറ്റ് ജംഗ്ഷൻ. അപ്പോൾ സേലത്തുനിന്ന് മാഗ്നസൈറ്റ് ജംഗ്ഷനിലേക്കുള്ള പുതിയ ലൈൻ സാംഗി കൊള്ളാമല്ലേ? ഈ കാണുന്ന ട്വിൻസ്, ഈ കാണുന്ന ഡബിൾ ലൈനാണ് മെയിൻ ലൈന്. മെയിൻ ലൈൻ വഴിയാണ് നമ്മൾ യാത്രകളൊക്കെ ചെയ്തിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ഈ ബൈപ്പാസ് ലൈൻ വഴി കയറി വരുന്നത്. അപ്പോൾ നമ്മളിന്നിട്ട് നേരെ ഡൗൺ മെയിൻ ലൈനിലോട്ടൊക്കെ ജോയിൻ ചെയ്യണം. ഞാൻ വിചാരിച്ചു സേലത്തെ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിലേക്ക് പോകുമായിരിക്കുന്നത്. അല്ല, നേരെ ഡൗൺ മെയിൻ ലൈനിലോട്ട് ജോയിൻ ചെയ്യണം. സമയം 10:22. നമ്മൾ അത്യാവശ്യം ലേറ്റാണ്, ഒരു 20 മിനിറ്റിൻ്റെ അടുത്ത് ലേറ്റാണ്. നമ്മൾ ജസ്റ്റ് സേലം ജംഗ്ഷനിലേക്ക് കയറി. ഓപ്പോസിറ്റ് ലൈനിലിപ്പോൾ മാംഗ്ലൂർ ചെന്നൈ സെൻട്രൽ വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് വരാനുണ്ട്. അതിനുള്ള തിരക്കാണ് ഈ കാണുന്നത്. നമ്മൾ നിർത്തിയ ഉടനെ തന്നെ ഇതാ പ്ലാറ്റ്ഫോം നമ്പർ 4ലേക്ക് വെസ്റ്റ് കോസ്റ്റ് കയറി വരുന്നുണ്ട്. ഈ റോഡിൻ്റെ 22232 ആണ് ഇന്നത്തെ പവർ. വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് നമ്മൾ ഒരിക്കൽ മംഗലാപുരം ടു ചെന്നൈ സെൻട്രൽ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. വെസ്റ്റ് കോസ്റ്റിൽ നിന്നും അപ്പോഴേക്കും നമ്മൾ പുറപ്പെട്ടു. മംഗലാപുരം ഡിപ്പോയുടെ മോസ്റ്റ് പ്രസ്റ്റീജിയസ് ട്രെയിനുകളിലൊന്നാണ്. കോച്ചുകളുടെ അവസ്ഥ ശോചനീയമാണ്. ഒരുപാട് പഴയതാണ്. 02 ബിൽഡും 04 ബിൽഡൊക്കെ ഉണ്ട്. ഇത് 04 ബിൽഡാണ്. ഇതിനൊക്കെ എന്നാണോ LHB വരുന്നത്? ഇതിനൊക്കെ LHB ആക്കണമെങ്കിൽ സത്യം പറഞ്ഞാൽ മൊത്തം ഒരു വലിയ റേക്ക് ലിങ്ക് ആയതുകൊണ്ട് 8 റേക്കുകൾ വേണം LHB ആക്കണമെങ്കിൽ. പക്ഷെ എന്തെങ്കിലും ഒരു കാലത്ത് വരും. അപ്പോൾ അങ്ങനെ സേലം ജംഗ്ഷൻ കഴിഞ്ഞു. ആ കിടക്കുന്ന ചെന്നൈ സേലം സൂപ്പർ ഫാസ്റ്റാണ്. CRൻ്റെ റേക്കാണത്. ഇത് വിരുദാചലത്തേക്ക് പോകുന്ന റെയിൽവേ ലൈനാണ്. സേലം വിരുദാചലം റെയിൽവേ ലൈനാണ്. നമ്മളിതിലും ഒരു ട്രെയിൻ വീഡിയോ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ഡെമോ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കരൂർ ലൈൻ അങ്ങോട്ട് പോയി. കോയമ്പത്തൂർ തിരുപ്പതി എക്സ്പ്രസ് ആയിരുന്നു. എന്താ ലേറ്റ് റണ്ണിങ്, അത് എന്താ സംഭവിച്ചെന്ന് അറിയില്ല.
നമ്മളങ്ങനെ സേലം കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പ് സേലം കഴിഞ്ഞ ആദ്യത്തെ സ്റ്റോപ്പായി ശങ്കരീദുർഗ് എത്താറായി. സേലത്തിനും ഈ റോഡിനിടയ്ക്ക് പല സ്ഥലത്തും അപ്പ് ആൻഡ് ഡൗൺ ലൈൻസ് 2 അലൈൻമെൻ്റ് ആയിട്ടാണ് പോകുന്നത്. ഇപ്പോഴും സെപ്പറേറ്റ് അലൈൻമെൻറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ശങ്കരീദുർഗ് സ്റ്റേഷനിലോട്ട് കയറാണ്. നമ്മളങ്ങനെ ശങ്കരീദുർഗ് സ്റ്റേഷനിലേക്ക് എത്തി. ജനറലി സ്റ്റോപ്പ് വളരെ കുറവുള്ള ഒരു ട്രെയിനാണ് ഇൻ്റർസിറ്റി. പക്ഷേ ഇതിൻ്റെ ഒരു സ്റ്റോപ്പേജ് പാറ്റേണിൽ ഈ സ്റ്റേഷൻ ഒരു സർപ്രൈസിങ് സ്റ്റോപ്പാണ്. നമ്മൾ ജസ്റ്റ് പുറപ്പെടുന്നു ശങ്കരിയിൽ നിന്ന്. ഓപ്പോസിറ്റ് ലൈനിൽ പച്ച എത്തിയിട്ടുണ്ട്. ഏതോ ഒരു ട്രെയിൻ നമ്മളിവിടെ ക്രോസ് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് ആക്ച്വലി ഉള്ളിലോട്ട് ഒരു സൈഡിങ് ലൈൻ പോകുന്നുണ്ട്. ഇത് ശങ്കർ സിമൻസിൻ്റെ ഫാക്ടറി ഇവിടെ അടുത്താണ്. അതുകൊണ്ടാണ് ഈ സാധനത്തിന് ശങ്കരീദുർഗ് എന്ന പേര് വന്നതെന്നാണ് പറയപ്പെടുന്നത്. ഒരു സിമെൻറ്റ് ടാങ്കറാണ് ക്രോസ് ചെയ്യുന്നത്. വാഗണൈൻ ഹോൾഡാണ്. പൊടി പറക്കുന്നുണ്ടായിരുന്നേ. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടല്ലോ ശങ്കർ സിമൻസിൻ്റെ ഒരു ഫാക്ടറി ഇവിടെ എടുത്തുണ്ട്. അതിൻ്റെയാണ് ഈ യാർഡും മറ്റും കാണുന്നത്. അപ്പം അങ്ങോട്ട് പോകുന്ന ഒരു ലൈൻ, സെപ്പറേറ്റ് ലൈനുണ്ട്. ഇതേ റൈറ്റിലോട്ട് പോകുന്ന ലൈനാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലൈനും. അത് ശങ്കർ സിമൻസിൻ്റെ ഫാക്ടറിയിലേക്ക് പോകുന്ന ലൈനാണ്. ട്രാക്കുകളുടെ ഇടയിൽ കൂടെ റോഡ് തന്നെ പോകുന്നുണ്ട്. അത്രയും വ്യത്യാസമില്ല രണ്ടുപേരും പോകുന്നത്. കോയമ്പത്തൂർ LTT എക്സ്പ്രസ് ആണത്.
ഇതാണ് കാവേരി സ്റ്റേഷൻ. ഇത് കഴിഞ്ഞാൽ നമ്മൾ കാവേരി നദി കടക്കും. ഇതാണ് കാവേരി നദി. അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും വ്യത്യസ്തമായ ഒരു അലൈൻമെൻറ്റിലോട്ട് കയറി. മെയിൻ ലൈൻ മറ്റേ അപ്പ് ലൈൻ അങ്ങനെ, ഡൗൺ ലൈൻ ഇങ്ങനെ. ട്രിച്ചി ഭാഗത്തുനിന്ന് വരുന്ന ലൈനാണ്. വാപ്പ് 1222019 പാലക്കാട് ടൗൺ ട്രിച്ചി എക്സ്പ്രസ് ആയിരുന്നു. നല്ല ചൂടായി കഴിഞ്ഞു കേട്ടോ, നല്ല ചൂടായി കഴിഞ്ഞാൽ. ഇതിപ്പോൾ ഈറോഡ് ഇലക്ട്രിക് ലോക്കോ ഷെഡിൻ്റെയാണ് ഈ കാണുന്നത്. ഈറോഡ് ഇലക്ട്രിക് ലോക്കോ ഷെഡ് ശരിക്കും നമുക്ക് മറ്റേ ലൈനിൽ നിന്ന് കാണാൻ പറ്റുള്ളൂ. അപ്പ് ലൈനിൽ നിന്ന് വ്യക്തമായിട്ട് കാണാൻ പറ്റും, ഡൗൺ ലൈനിൽ നിന്ന് അങ്ങനെ കാണാൻ പറ്റില്ല. ആ ദൂരമുള്ള സ്ട്രക്ചർ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഈ കാണുന്നതിൽ എക്സ്ട്രീം ലെഫ്റ്റിൽ അങ്ങേ അറ്റത്തുള്ളതാണ് മെയിൻ ലൈന്. അതിനിപ്പുറത്തുള്ള ലൈനിലൊക്കെ ഈറോഡ് ലോക്കോ ഷെഡിലേക്ക് വന്നതാണ്. ആ മതിൽ കാണുന്ന, ആ ഷെഡ് കാണുന്നതൊക്കെയാണ് ഈറോഡ് ഇലക്ട്രിക് ലോക്കോ ഷെഡ്. അകത്ത് കുറച്ച് വാപ്പ് 4 ഒക്കെ കാണാം. ഓ, നമ്മളിത് ഏത് പ്ലാറ്റ്ഫോമിലോട്ടാണോ പോകുന്നത്? പ്ലാറ്റ്ഫോം 3 ആണെന്ന് തോന്നുന്നു. സോറി, പ്ലാറ്റ്ഫോം 2. ഈ യാർഡിൽ കുറേ ലോക്കോസ് ഉണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് നമ്മൾ ഇപ്പുറത്തോട്ട് വിട്ടു. ഇവിടുന്ന് ഒരു ഭീമമായ തിരക്ക് കയറാനുണ്ട്, കണ്ടോ? നമ്മളങ്ങനെ ഈറോഡ് എത്തി. സമയം 11:20. ഇവിടുന്ന് ഇനി
ഇപ്പോൾ ക്രൂ ചേഞ്ച് ഉണ്ട് എൻ്റെ അറിവിൽ. റൈറ്റ് സൈഡിൽ കുറച്ചധികം ലോക്കോസ് ഉണ്ട്. അടുത്തോട്ട് പോകുന്നില്ല കാര്യത്തിൽ, വിട്ട് ഓടി ഒന്ന് കയറാനുള്ള ശക്തിയൊന്നുമില്ല. വാട്ടറിങ് ഉണ്ട് ഇവിടെ. അപ്പുറത്തെ കോച്ചൊക്കെ കണക്ട് ചെയ്ത്, നമ്മുടെ കോച്ചും കണക്ട് ചെയ്തെന്ന് തോന്നുന്നു കണ്ടിട്ട്. വാട്ടറിങ് ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളങ്ങനെ പുറപ്പെട്ടു. ഞാൻ അവസാനമായിട്ട് ഈ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഈ പർട്ടിക്കുലർ ട്രെയിൻ, അതായത് എറണാകുളം ഇൻ്റർസിറ്റിയിൽ, ബാംഗ്ലൂർ എറണാകുളം ഇൻ്റർസിറ്റിയിൽ അവസാനമായിട്ട് യാത്ര ചെയ്യുന്ന കാലത്ത് അന്ന് ഈ ട്രെയിൻ ഇവിടെ വെച്ച് ലോക്കോ ചേഞ്ച് ഉണ്ടായിരുന്നു. അതായത് ബാംഗ്ലൂരിൽ നിന്ന് ഡീസൽ ലോക്കോ ആയിരുന്നു, ഈ റോഡ് വരെ ഡീസൽ ലോക്കോ, ഈ റോഡിൽ നിന്ന് പിന്നെ അത് വീണ്ടും ഇലക്ട്രിക് ലോക്കോ, ഈ റോഡിൽ നിന്ന് പിന്നെ അത് ഇലക്ട്രിക് ലോക്കോയിലായിരുന്നു അത് നാട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അത് ഫുൾ ലെങ്ത് വീണ്ടും ഡീസൽ ലോക്കോ ആക്കിയായിരുന്നു. നമ്മളങ്ങനെ ഈറോഡ് ജംഗ്ഷനിൽ നിന്ന് പുറത്തിറങ്ങി. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റോപ്പ് തിരുപ്പൂർ, അത് കഴിഞ്ഞാൽ പിന്നെ കോയമ്പത്തൂരാണ്. നല്ല ചൂട്, അതിഭീകരമായ ചൂട്. തൊണ്ടയൊക്കെ വരണ്ട് വറ്റിയിരിക്കുകയാണ്. എത്ര വെള്ളം കുടിച്ചിട്ടും മതിയാവുന്നില്ല. ഇതാണ് ഈ റോഡിലെ കോച്ച് കെയർ സെൻറ്റർ. ഇവിടെ പ്രധാനമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഈ റോഡ് ചെന്നൈ ഏർക്കാട് എക്സ്പ്രസിൻ്റെ റേക്കാണ്. പിന്നെ കുറേ പാസഞ്ചർ ട്രെയിനുകളുടെ കുറേ പാസഞ്ചർ വർക്ക് ചെയ്യുന്ന റേക്ക് കൂടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ സ്പാർട്ട്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന നീല കളർ ഷെഡുകളായിരുന്നു ഈ റോഡ് ഡീസൽ ഷെഡ്, ഈ റോഡ് ഡീസൽ ലോക്കോ ഷെഡ്. ഇപ്പോൾ ഡീസൽ ലോക്കോ ഷെഡല്ല, ഇപ്പോൾ ഇലക്ട്രിക് ആണിത്. പക്ഷേ പേരിപ്പോഴും ഈ റോഡ് ഡീസൽ ലോക്കോ ഷെഡ് തന്നെയാണ്. പഴയ ആൽക്കോസ് അതിനകത്ത് ചത്ത കിടക്കുന്ന കാണാം. അതൊക്കെ സ്ക്രാപ്പിനുള്ളതാണ്. അവിടെ ഇപ്പോൾ ജീപ്പ് വാഗ് 5ഉം വാഗ് 5, വാഗ് 4, വാഗ് 1 മാത്രമേ ഉള്ളൂ. കുറച്ച് സ്പീഡ് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നൊക്കെ തീർന്നു തോന്നുന്നു. ഇപ്പോൾ ലഞ്ചിനൊരു ബിരിയാണി മേടിച്ചു. നേരത്തെ ലഞ്ച് കഴിച്ച കാരണം തിരുപ്പൂർ നമുക്ക് കഴിക്കണം. തിരുപ്പൂർ കഴിഞ്ഞ് വീണ്ടും കുറേ ക്രോസിങ്സ് ഉണ്ട്. ഇത് സാലിനെയാണെന്ന് തോന്നുന്നു, റൈറ്റല്ല എന്തായാലും. പിന്നെ ഒരു മിക്സ്ഡ് പിക്കിളുണ്ട്, പിന്നെ നമ്മുടെ ബിരിയാണി ഉണ്ട്. കണ്ടിട്ട് കൊള്ളാം, തമിഴ്നാട് സ്റ്റൈലാണ്. കഴിച്ചു നോക്കാം. മീൻവെൽ നമ്മൾ തിരുപ്പൂർ സ്റ്റേഷനിലേക്ക് കയറുകയാണ്. ഇനിയിപ്പോൾ ഓപ്പോസിറ്റ് ലൈനിൽ കുറച്ച് വണ്ടികൾ വരാനുണ്ട്. അതിൻ്റെ തിരക്ക് പ്ലാറ്റ്ഫോമിൽ കാണാനുണ്ട്. ഓപ്പോസിറ്റ് ലൈനിൽ ഇപ്പോൾ എറണാകുളം ടാറ്റാനഗർ എക്സ്പ്രസ്, ധൻബാദ്, അതുപോലെ നമ്മുടെ അതിൻ്റെ പെയറിംഗ് ട്രെയിൻ ഇത്രയും വരാനുണ്ട്. പിന്നെ ഇന്ന് തിരുനെൽവേലി ബിലാസ്പൂർ, പക്ഷേ അത് കുറച്ച് സമയം എടുക്കും, ഉടനെ വരില്ല. ട്രാക്ക് വർക്ക് നടക്കുന്നുണ്ട്. കണ്ടത് ക്യാമ്പിട്ട് എഞ്ചിനീയർ ഇരിപ്പുണ്ട്. ആ ക്യാമ്പിനകത്ത് എഞ്ചിനീയർ ഇരിപ്പുണ്ടാവും. സൈഡിങ് ലൈനാണെന്ന് തോന്നുന്നു. പുതിയ ലൂപ്പ് ലൈനിൻ്റെ ട്രാക്ക് റീപ്ലേസ്മെൻ്റ് ആണെന്ന് തോന്നുന്നു.
വാഞ്ചിപ്പാളയം സ്റ്റേഷനിലാണിത്. ഫ്രൈറ്റ് യാർഡ് വലുതാക്കുക കണ്ടോ. ഫ്രൈറ്റ് യാർഡ് വലിയ യാർഡകത്തോട്ട് പണിതിരിക്കുന്നത്. അവിടെ ഇലക്ട്രിഫിക്കേഷൻ വർക്ക് നടക്കുന്നുണ്ട്. ഇത് പഴയ ഐസ് കോച്ചുകളിൽ വണ്ടി ഫുൾ സ്പീഡ് പോകുമ്പോൾ കേൾക്കുന്ന സൗണ്ടാണ്. എന്തിനാണ് സൗണ്ട് എന്നല്ല, ഇങ്ങനെ കേൾക്കാനുള്ളത്. എറണാകുളം ടാറ്റാനഗർ എക്സ്പ്രസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ട് JSW ഈ വാഗൺസ് ഈ സൈഡിൽ കാണുന്നത്. നമ്മൾ നോർത്ത് ബോംബെ സൈഡിലൂടെ പോയപ്പോൾ ഞാനത് പല ദിവസം വെച്ച് കണ്ടായിരുന്നു. ഇവിടെയാണ് ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മളങ്ങനെ കോയമ്പത്തൂർ ജംഗ്ഷനിലേക്കുള്ള ലൈനിൽ കയറി. ബൈപ്പാസ് ലൈൻ ഇവിടെ ലെഫ്റ്റിലോട്ടായിരുന്നു. ലെഫ്റ്റിലത്തെ ഡോർ ഓക്യുപ്പൈഡ് ആണ്. ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസ് ആണത്. ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസ് ആയിരുന്നു. സിംഗനല്ലൂർ സ്റ്റേഷൻ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ലൈൻ വരുന്നത് കാണാം. ആ ലൈനിൻ്റെ എക്സ്പ്ലോറേഷൻ ഇപ്പോഴും നമുക്ക് പെൻഡിങ് ആണ്. ഒരുപാട് കാലമായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നത്, നടന്നിട്ടില്ല ഇതുവരെ. ഇല്ല ഫോക്സ് ഇല്ല, നമ്മളെ പിടിച്ചു നിർത്തിയില്ല. നമ്മളത് കോയമ്പത്തൂർ നോർത്ത് വഴി കടന്നുപോയി. മിക്കവാറും നമ്മൾ നേരെ കോയമ്പത്തൂർ ജംഗ്ഷൻ പോയി ബിഫോർ ടൈം പോയി കിടക്കും. പക്ഷേ ശ്വാസം മുഴുവായിരിക്കും. അത് നമ്മൾ പ്ലാറ്റ്ഫോം 2ലേക്ക് എന്ന് കയറുന്നത്. അല്ല, സാധാരണ അരക്കോണത്തിൽ 2287 ഇവിടെ കിടക്കുന്നു. തൊട്ടപ്പുറത്തൊരു കല്യാണിൻ്റെ 30304 വാപ്പ് 7 നമ്മുടെ പാരിങ് ട്രെയിനാണത്. ഇപ്പോഴത്തായിട്ടൊരു റോയപുരത്തിൻ്റെ വാപ്സാൻ 30319. അതിൻ്റെ പുറകെ ഒരു വാപ്സാനുമുണ്ട് 30420. അതും റോയപുരം തന്നെ. നമ്മളങ്ങനെ കോയമ്പത്തൂർ ജംഗ്ഷനിലേക്ക് കയറുകയാണ്. തണുത്ത വെള്ളം അങ്ങനെ കുടിക്കുന്ന ഒരാളല്ല, പക്ഷേ ഈ സീസൺ നമുക്ക് വേറെ വഴിയില്ല. ഒരു തണുത്ത വെള്ളം മേടിച്ചുകൊണ്ട് തിരിച്ച് കോച്ചിന് നടക്കും. ഇനി 1:05 നമ്മൾ പോകുള്ളൂ.
പിന്നെ 12:58 56 മിനിറ്റ് നമ്മളെത്തി. 1 മണിക്ക് പോകുന്നു. ഓപ്പോസിറ്റ് ലൈനിൽ കൂടെ ഒരു വാപ്പൂർ ഹൗൾഡ് ട്രെയിൻ കയറി വരുന്നുണ്ട്. 22819 22015 ആണ് കണ്ണൂർ എക്സ്പ്രസിൻ്റെ. ഇപ്പോൾ 22224 22819 അരക്കോണം കയറി വരുന്നുണ്ട്. അത് കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് ആണ്. അതിന് ഇവിടുന്ന് കോയമ്പത്തൂർ മധുര എക്സ്പ്രസ് ആയിട്ട് പോകും. ഇപ്പുറത്തിൽ 22015 ഹോൾഡ് വണ്ടിയാണ് കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് ആയിട്ട് പോകാൻ പോകുന്നത്. അത് നേരത്തെ മധുരൈ കോയമ്പത്തൂർ എക്സ്പ്രസ് ആയിട്ട് വന്നിട്ടുണ്ടാവും. കാലിയാണ് ട്രെയിൻ, ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കും. തിരുനെൽവേലി ബിലാസ്പൂർ എക്സ്പ്രസ് ആണത്. ഇതാ വരുന്നതാണ് കോയമ്പത്തൂർ ബൈപ്പാസ് ലൈന്. അത് ഇരികൂർന്ന് ടേക്ക് ഓഫ് ചെയ്യുന്ന കാണിക്കാൻ പറ്റിയില്ല, കാരണം ആ സമയത്ത് ഡോർ ഓക്യുപ്പൈഡ് ആയിരുന്നു. ഞാൻ വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഇങ്ങേറ്റത്തെങ്കിലും വരുന്നെങ്കിലും കാണിക്കണം എന്ന് വിചാരിച്ചത്. പോത്തന്നൂർ യാർഡിൽ എന്തോ വർക്ക് നടക്കുന്നുണ്ട്. JCB ഒക്കെ നിൽക്കുന്ന കാണാം. ഇത് നൊയ്യാൽ നദിയായിരുന്നു. പുത്തൻ സ്ലീപ്പേഴ്സും റെയിലും ആണല്ലോ ഇവിടെ. ഇവിടെയൊക്കെ ട്രാക്ക് റീപ്ലേസ്മെൻ്റ് കാണാൻ JCB നിൽക്കുന്നത്. പിന്നെ അപ്പുറത്തോട്ട് പുതിയ ട്രാക്കുണ്ട്. അങ്ങോട്ടൊക്കെ പുതിയ ട്രാക്ക് ഫിക്സ് ചെയ്യാൻ പോകുന്നുണ്ട്. സ്ലീപ്പേഴ്സ് പുതിയ ട്രാക്ക് ഫിക്സ് ചെയ്യാൻ പോകുന്നുണ്ട്. പോത്തന്നൂർ ജംഗ്ഷനിലെത്തി. സ്റ്റോപ്പില്ല, റൺ ത്രൂ ഉള്ളൂ. പുതിയ റെയിൽ ഫിക്സ് ചെയ്തില്ല, എൻ്റെ ക്ലിപ്പുകൾ ഫിക്സ് ചെയ്തിട്ടില്ല. ക്ലിപ്സൊക്കെ ഫിറ്റ് ചെയ്ത് വരുന്നത് ഇങ്ങോട്ട് ഫിറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ഞാൻ ബലാസിയസ് എടുത്തിട്ട് തുടങ്ങി. ഇവിടെ എക്സ്ട്രീം റൈറ്റ് കാണുന്നതാണ് പൊള്ളാച്ചി വഴി മധുരയ്ക്ക് പോകുന്ന ലൈന്.
നമ്മൾ പാലത്തിന് മുകളിൽ കൂടെ പോകുന്നതാണ് മധുര ലൈൻ. നമ്മൾ കുറച്ച് നേരത്തെ കണ്ട ലൈൻ ഇങ്ങനെ കറങ്ങി നമ്മുടെ മുകളിൽ കൂടെ പാസ് ചെയ്ത് പോകും. സേലം ഡിവിഷനിൽ നിന്ന് പാലക്കാട് ഡിവിഷനിലേക്ക് കയറാണ്. അപ്പോൾ നമ്മളങ്ങനെ പാലക്കാടിലേക്ക് പോവാണ്. പോത്തന്നൂർ പാലക്കാട് സെക്ഷനിലെ എ ലൈനിലേക്ക് നമ്മൾ കയറി. ട്വിൻ സിംഗിൾ ലൈനാണ്, നമ്മൾ എ ലൈൻ വഴി തന്നെ പോകുന്നത്. ഇന്നെങ്കിലും ഫോർ ചേഞ്ച് ബി ലൈൻ വഴി വിട്ടുകൂടായിരുന്നു എന്ന് ഞാൻ ആലോചിച്ചുള്ളൂ. എ ലൈൻ വഴിയാണ്. ഒരു വാഗ്നൈൻ ഹോൾഡ് ഫ്രൈറ്ററായിരുന്നു. അപ്പം നവീൻ നമുക്ക് കുറച്ച് നേരം ഉള്ളിൽ പോയിരിക്കുന്നത്. ഈ കുറച്ച് നേരത്തേക്ക് ഷെഡ്യൂൾഡ് ക്രോസിങ്സ് ഒന്നുമില്ല. കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. നമ്മൾ ജസ്റ്റ് വാളയാർ എത്താറായി. ചൂട് കാരണം ഞാൻ പുറത്തോട്ട് വന്നേയില്ല. മധുക്കരയിൽ ആ മലയൊക്കെ പിടിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ചൂട് കാരണം പുറത്തോട്ട് വന്നേയില്ല. കാടിൻ്റെ അവസ്ഥ ഉണ്ടോ, മൊത്തം ഉണങ്ങി വരണ്ട്. നമ്മൾ ജസ്റ്റ് വാളയാർ സ്റ്റേഷനിലേക്ക് അടുക്കുന്നു. ഇപ്പോൾ ബോർഡർ അടുക്കുന്നു. ആ കാണുന്നതാണ് ഹൈവേ. അതിൻ്റെ ബാക്കിൽ നമുക്ക് വാളയാർ ഡാമിൻ്റെ വെള്ളം കാണാം. ദൂരെ ആണ് വാളയാർ ഡാം. അപ്പോൾ നമ്മളങ്ങനെ കേരളത്തിൽ കയറി. കേരളത്തിലെ ആദ്യത്തെ സ്റ്റേഷൻ വാളയാർ പാസ് ചെയ്ത് നമ്മൾ എ ലൈനിൽ തന്നെ യാത്ര തുടങ്ങുകയാണ്. മധുക്കരയിൽ തുടങ്ങിയ ഘാട്ട് സെക്ഷൻ എ ലൈൻ്റെ ഇവിടെ അവസാനിച്ചു. ചുള്ളിമട ക്യാബിൻ കാണുന്നുണ്ട്. അതായിരുന്നു ചുള്ളിമട ഇൻ്റർമീഡിയറ്റ് ബ്ലോക്ക് ക്യാബിൻ. കഞ്ചിക്കോട് കഴിഞ്ഞ് ഇനി കോട്ടക്കാട് സ്റ്റേഷനില്ല, ക്യാബിനാണ്. അതിനാണ് പാലക്കാട് ജംഗ്ഷൻ. ഇത് കേരളത്തിൻ്റെ ഗേറ്റ് വേ എന്നൊക്കെ അറിയപ്പെടുന്ന പാലക്കാട്ടേക്ക് എത്തുകയാണ്. പാലക്കാട് ജംഗ്ഷൻ സ്റ്റേഷനാണ് ഫ്രണ്ടിൽ. നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് ബിഫോർ ടൈമാണ്.
കേരള എക്സ്പ്രസ് ഇവിടെ കിടക്കുന്നുണ്ട്. ഇവിടെ തന്നെ ഓവർടേക്ക് ചെയ്യാൻ പോകണോ അതോ ഇനി അവനെ ഫ്രണ്ട് വിട്ടിട്ട് പിന്നെ നമ്മൾ നിന്നിട്ട് പിന്നെ അവനെ ഓവർടേക്ക് ചെയ്യാൻ എന്താ പരിപാടി എന്നറിയില്ല. എന്തായാലും നമ്മൾ പാലക്കാട് എത്തി. നമ്മുടെ തിരുനെൽവേലിക്ക് പോകുന്ന പാലരുവി എക്സ്പ്രസ് ആണ് കിടക്കുന്നത്. അങ്ങനെ നമ്മൾ പാലക്കാട് നിന്ന് പുറപ്പെട്ടു. കേരള എക്സ്പ്രസ്സിന് ഇവിടെ തന്നെ ഓവർടേക്ക് ചെയ്യണം. ഏതോ ഒരു വാപ്സവൻ. നമ്മൾ അടിച്ച് പറത്തി പോകുന്നുണ്ട്. ഷൊർണൂർ എ ക്യാബിൽ പോയി കിടക്കാനാണ്, വേറെ ഒന്നിനല്ല. കാര്യം വേണാട് പോയിട്ട് നമ്മൾ കടത്തിയുള്ളൂ എന്ത് സംഭവിച്ചാലും. ശബരി എക്സ്പ്രസ് ആയിരുന്നു. ശബരി പറളിയുടെ ലൂപ്പ് ലൈനിൽ കയറ്റി വിടുമായിരുന്നു. എന്താ സംഭവം എന്നറിയില്ല. ചെന്നൈ മാംഗ്ലൂർ മാംഗ്ലൂർ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് ആണ് പോയത്. നമുക്ക് തന്നെ കുറച്ച് രാത്രി വരും കേട്ടോ, നല്ല ചൂട്. അപ്പോൾ പതിവ് തെറ്റിക്കാതെ നമ്മൾ ഭാരതപ്പുഴ ഹോൾഡ് സ്റ്റേഷൻ എടുത്ത് നിർത്താൻ പോവാണ്. ഇവിടെ OHE മാസ്റ്റുകൾ, പുതിയ OHE മാസ്റ്റുകൾ ഒന്നിയാണ് റൈറ്റ് സൈഡിൽ. അത് 225 kV ലൈനുകൾക്കുള്ളതാണ്. അതായത് 130 kmph അപ്ഗ്രേഡ് ഇങ്ങോട്ടും വരുന്നുണ്ട് എന്നർത്ഥം. ഏകദേശം ഒരു 5-8 മിനിറ്റോളം കാത്തു നിന്നിട്ട് നമ്മളിതാ വിട്ടു. 8 ഓൾമോസ്റ്റ് 10 മിനിറ്റായി. ഇതെല്ലാ ദിവസമുള്ള പരിപാടി കേട്ടോ. ഇതിനിവിടെ ഇങ്ങനെ പിടിച്ചിടും. വേണാട് പോകണം. വേണാട് വള്ളത്തോളിനകർ പാസ്സാകുമ്പോഴേ പിന്നെ ഇവിടുന്ന് ഇതിനനക്കുള്ളൂ. സ്ഥിരം പരിപാടിയാണ്. എന്നിട്ട് പിന്നെ വേണാട് എക്സ്പ്രസ്സിനെ ഇവൻ അങ്കമാലി വെച്ച് ഓവർടേക്കും ചെയ്യണം. അതിനെക്കാട്ടും നല്ല വേണാടിന് ഒരു 10 മിനിറ്റ് വൈകിച്ച് പിന്നെ ആദ്യം കടത്തി വിടുന്നതല്ലേ. ആരോട് പറയാൻ, ആര് കേൾക്കാൻ. ഷൊർണൂർ എ ക്യാബിൻ. നേരെ പോകുന്ന ലൈന് ഷൊർണൂർ ജംഗ്ഷനിലേക്ക് പോകുന്നതാണ്. നമ്മളിപ്പോൾ കയറിയതാണ്
ലിങ്ക് ലൈൻ, ബൈപ്പാസ് ലൈൻ. ആ കാണുന്നതാണ് ഷൊർണൂർ ബി ക്യാബിൻ, ഷൊർണൂർ ജംഗ്ഷനിലേക്ക് പോകുന്നത്. എറണാകുളം ഭാഗത്തുനിന്ന് ഷൊർണൂർ ജംഗ്ഷനിലേക്ക് പോകുന്ന ലൈന്. അപ്പോൾ നമ്മളിപ്പോൾ ഭാരതപ്പുഴ കടക്കാൻ പോകണം. ഭാരതപ്പുഴ കടക്കുന്നതോടുകൂടി അടച്ചുപുറത്തിലൊക്കെ കഴിഞ്ഞു. 80 km ടെറിട്ടറിയിലോട്ട് കയറാൻ പോകണം. ആണ് ഷൊർണൂർ ജംഗ്ഷനിലേക്ക് പോകുന്ന ലൈന്. ഇതാണ് ബി ക്യാബിൻ, ഇതാണ് ഭാരതപ്പുഴ. ഭാരതപ്പുഴയിലെ ഗേർഡർ റീപ്ലേസ്മെൻറ്റ് നടക്കുന്നുണ്ടായിരുന്നു. ആ ലൈനിലെ ഗേർഡർ റീപ്ലേസ്മെൻ്റ് ഒക്കെ കഴിഞ്ഞു. പുതിയ ഗേർഡേഴ്സാണ് ഇപ്പോൾ അവിടെ. അങ്ങനെ നമ്മൾ തൃശ്ശൂർ ജില്ലയിലേക്കും കയറിയിരിക്കുകയാണ്. അല്പം മുന്നിലായിട്ട് തിരുവനന്തപുരം ഡിവിഷനിലേക്ക് കയറും. കൊച്ചുവേളിയിലേക്കുള്ള ഗരീബ് രഥ് എക്സ്പ്രസ്. നമുക്ക് മുന്നിൽ കാണുന്നതാണ് മുള്ളൂർക്കര സ്റ്റേഷൻ. മുള്ളൂർക്കര സ്റ്റേഷൻ ഹോൾട്ട് സ്റ്റേഷനാണ്. പക്ഷേ ഒരു ഇൻ്റർമീഡിയറ്റ് ബ്ലോക്ക് സിഗ്നൽ ഉണ്ട് അവിടെ. അപ്പോൾ ആ സിഗ്നലിലാണ് നമ്മളിപ്പോൾ നിർത്തിയിരിക്കുന്നത്. ആ ഗേറ്റ് തുറന്ന് കിടക്കുന്നത്. ഇപ്പോൾ എനിക്ക് ഗേറ്റ് അടയാറായിരുന്നു, ഇപ്പോൾ സിഗ്നൽ വീഴാറായി. നമുക്ക് ഗേറ്റ് അടഞ്ഞു കഴിഞ്ഞാൽ സിഗ്നൽ വീഴുമായിരിക്കും. ഏതാ ബ്ലോക്കിൽ, മുള്ളൂർക്കര വടക്കാഞ്ചേരി ബ്ലോക്കിൽ ഇപ്പോൾ വേണാട് എക്സ്പ്രസ് ഇപ്പോൾ ഉണ്ടാവും. വേണാട് എക്സ്പ്രസ്സിന് വടക്കാഞ്ചേരിയിൽ സ്റ്റോപ്പുണ്ട്, നമുക്ക് സ്റ്റോപ്പില്ല. നിസാമുദ്ദീനിലോട്ട് വന്ന മംഗള എക്സ്പ്രസ് ആണത്. ഇതാണ് പൂങ്കുന്നം സ്റ്റേഷൻ. സ്റ്റോപ്പില്ല, നമുക്ക് പൂങ്കുന്നം അഡ്വാൻസ്ഡ് ആംബറിലാണ്, അതാണ് സ്ലോ ഡൗൺ ചെയ്തത്. ഓപ്പോസിറ്റ് ലൈനിൽ ലോക്മാന്യ തിലക് ടെർമിനസിലേക്ക് വന്ന നേത്രാവതി എക്സ്പ്രസ് വരുന്നുണ്ട്. നമ്മളങ്ങനെ തൃശ്ശൂരിലേക്ക് എത്തി.
ഏതോ ഒരു വണ്ടി ഓപ്പോസിറ്റ് ലൈനിൽ വരുന്നുണ്ട്, ഒരു വാപ്സ് ആൻഡ് ഹോൾഡ് വണ്ടി. അതിൻ്റെ ഒന്നും അനൗൺസ്മെൻ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങ് ദൂരെ പ്ലാറ്റ്ഫോം നമ്പർ 4 ഒരു വാപ്പ് 1 ഹോൾഡ് വണ്ടി കിടക്കുന്നുണ്ട്. തൃശ്ശൂർ ഷൊർണൂർ പാസഞ്ചർ വാപ്പ് 1 22026 ആണിന്ന്. ഈ റോഡ് ഡീസൽ ഷെഡിൻ്റെ തൃശ്ശൂർ ഷൊർണൂർ പാസഞ്ചറാണ്. പഴയ തൃശ്ശൂർ കണ്ണൂർ പാസഞ്ചർ, ഇപ്പോൾ തൃശ്ശൂർ ഷൊർണൂരുണ്ട്. പോർബന്ദർ കൊച്ചുവേളി സൂപ്പർ ഫാസ്റ്റ് ആണ്, കൊച്ചുവേളി പോർബന്ദർ സൂപ്പർ ഫാസ്റ്റ് ആണ്. കഴിഞ്ഞിടയ്ക്കാണ് ഇത് LHB ആയത്. നേരത്തെ ഇത് ICF കോച്ചാണ്. നമ്മൾ ഇതിലൊരു ട്രിപ്പ് ഒരിക്കൽ തൃശ്ശൂർ ടു ഷൊർണൂർ ചെയ്തിട്ടുണ്ടായിരുന്നു, ജനറൽ കമ്പാർട്ട്മെൻറ്റ്. അത് LHB ആയില്ല. അങ്ങനെ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് വിട്ടു. ഇവിടെയും എനിക്ക് ഇറങ്ങി വീട്ടിൽ പോകാമെന്ന് തോന്നി. ഇവിടെ ഇറങ്ങിയിരുന്നെങ്കിൽ നമുക്കൊരു 7 മണിക്കാകുമ്പോഴേക്കും വീട്ടിലെത്തായിരുന്നു. ഇപ്പം എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിപ്പോൾ ജസ്റ്റ് ചാലക്കുടിയിൽ വെച്ച് പാലക്കാട് മെമ്മുവിനെ ക്രോസ് ചെയ്യണം. പാലക്കാട് മെമ്മു വേണാട് ഫ്രണ്ടിൽ അത്യാവശ്യം സ്പീഡിൽ തന്നെ പോയിട്ടുണ്ട്, സമയം കളയാണ്ടാൻ പോയിട്ടുണ്ട്. അപ്പോൾ അവനിനി അങ്കമാലി ചെന്ന് ലൂപ്പിലേനും കയറി ഇരുന്നോളൂ നമുക്ക് വേണ്ടി. എറണാകുളത്തിൻ്റെ ഒരു ലൈറ്റ് WDG4 ആയിരുന്നു. ശബരി ഇവിടെ എയർപോർട്ട്. റൺവേ ക്ലോഷർ ടൈം വല്ലതും ആണോ എന്നറിയില്ല, ഒന്നും കാണാനില്ല. നോ ലാൻഡിങ്സ്, നോ ടേക്ക് ഓഫ്. ഇൻഡിഗോ കുറേ ഉണ്ട്, ഒരു 3-4 ഇൻഡിഗോ ഉണ്ട്. പിന്നെ ഒരു അലയൻസ് എയർ കാണാനുണ്ട്. വൈറ്റ് ടൈലിൽ 2 എയർക്രാഫ്റ്റ്, അത് ഏത് എയർലൈൻ എന്നറിയില്ല. പിന്നെ ഇടയ്ക്ക് ഗോ എയറിൻ്റെ ഒരു എയർക്രാഫ്റ്റ് കിടക്കുന്നുണ്ട്, അതിപ്പോൾ ഡീരജിസ്റ്ററായി അതിൻ്റെ ഓണർമാർ തിരിച്ചുകൊണ്ട്. അങ്ങനെ കൊച്ചി എയർപോർട്ടും കഴിഞ്ഞു. അങ്ങനെ നമ്മൾ പെരിയാറ് കടന്ന് ആലുവയിലേക്ക് കയറാൻ പോകണം.
അപ്പോൾ നമ്മളങ്ങനെ ആലുവയിലെത്തി. ഇനി നമുക്ക് കുറച്ച് ദൂരം കൂടി ഉള്ളൂ എറണാകുളം സൗത്തിലേക്ക് എത്താൻ. ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ നിൽക്കുന്ന യാത്രക്കാരിൽ നല്ലൊരു ശതമാനം ആൾക്കാരും ബാക്കിലുള്ള വേണാടി കയറാനുള്ളവരായിരിക്കണം. വേണാടും ഉണ്ട്, ജനശതാബ്ദിയുടെ സ്റ്റോപ്പുണ്ടോ എനിക്കറിയില്ല. വേണാടിന് ഇവിടെ സ്റ്റോപ്പുണ്ട്. നമ്മുടെ സിഗ്നൽ ഓൾറെഡി പച്ചയാണ്, പക്ഷെ നിൽക്കുക പോവാ അത്രേ ഉള്ളൂ. പെയ്ഡ് AC എക്സിക്യൂട്ടീവ് ലോഞ്ച് ഒന്നുമില്ല, AC വെയിറ്റിംഗ് ഉള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ ആലുവയിൽ നിന്ന് പുറപ്പെട്ടു. വൈകി ഓടുന്ന റപ്തിസാഗർ എക്സ്പ്രസ് ആണത്, ഗോരഖ്പൂരിലേക്ക് പോകുന്ന റപ്തിസാഗർ എക്സ്പ്രസ്. ലേറ്റ് റണ്ണിങ് ആണ്. അവൻ ജസ്റ്റ് പ്ലാറ്റ്ഫോമിലേക്ക് കയറുന്നു. ലോക്കോ ഏതൊരു വാപ്സാനായിരുന്നു. കേരള എക്സ്പ്രസ് ആണ് ഡൽഹിയിലോട്ട് പോകുന്ന ന്യൂ ഡൽഹിയിലോട്ട് പോകുന്ന കേരള എക്സ്പ്രസ് ജസ്റ്റ് ഇറങ്ങി വരുന്നത്. ഗാസിയാബാദിന് 30381. തിരുവനന്തപുരം ന്യൂ ഡൽഹി കേരള എക്സ്പ്രസ് ആണത്. ക്ലിയറൻസ് കിട്ടിയിട്ടില്ല. ക്ലിയറൻസ് ആയി, ഔട്ടർ മഞ്ഞാണ്. ക്ലിയറൻസ് ആയി, ജസ്റ്റ് നിർത്തിയതും ക്ലിയറൻസ് ആയി. ഏറെക്കുറെ നമ്മൾ ബിഫോർ ടൈം എറണാകുളം സൗത്തിലെത്തി, എറണാകുളം ജംഗ്ഷനിൽ എത്തുന്ന ഉറപ്പിച്ചിരിക്കുന്ന സമയത്ത് ഇതാ കറക്റ്റ് എറണാകുളം ജംഗ്ഷൻ ഹോമിൽ വന്ന് പിടിച്ചിട്ടു. ഇപ്പോൾ സമയം 4:49, 4:55 നമ്മുടെ ടൈം. ഇപ്പോൾ വിചാരിച്ചാൽ അവർക്ക് കറക്റ്റ് ടൈം ഉള്ളിൽ കണ്ട കയറ്റാം. എന്താണ് സംഭവം ഒരു പിടിയില്ല. പണി പാലമളത്തിൽ കിട്ടിയവരുണ്ട്. ഒരു വാപ്പ് 7 ഹോളിൽ ട്രെയിൻ വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും ആലപ്പുഴ ചെന്നൈ സെൻട്രൽ എക്സ്പ്രസ് പോകേണ്ടതാണ്. അതവിടെ സ്റ്റേഷനിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് പോകേണ്ട SMET എക്സ്പ്രസ് ആണെന്ന് തോന്നി വരുന്നത്. ഒരു വാപ്പ് 7 ഹോളിൽ ട്രെയിനാണ്. റായപുരത്തിൻ്റെ വാപ്പ് 7 37201 ആണ് ലോഗോ. എറണാകുളം സർ എം വിശ്വേശ്വരയ്യ ടെർമിനസ് ബംഗളൂരു. 12 സ്ലീപ്പർ ക്ലാസ്സുള്ള LHB ട്രെയിൻ വേറെ ഉണ്ടാവത്തില്ല. മിക്കവാറും ഈവൻ കാലിയൊക്കെ പ്ലാറ്റ്ഫോമിലോട്ടായിരിക്കും നമ്മളെ കയറ്റാൻ പോകും. വല്ലാത്ത ചെയ്തേ പോയി. നമ്മളെന്തായാലും അനങ്ങി തുടങ്ങി.
പിന്നെ ഈ യാത്ര ഇവിടെ എറണാകുളം ജംഗ്ഷനിൽ എത്തുന്നതോടുകൂടി അവസാനിക്കും കേട്ടോ. ഞാനിവിടുന്ന് ഉടനെ അടുത്തൊരു ട്രെയിൻ യാത്ര തുടങ്ങുകയാണ്. തിരിച്ച് വീട്ടിൽ പോകണമല്ലോ. അപ്പോൾ ആ യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ ഇൻട്രോ നേരെ പിടിക്കാം. അപ്പോൾ ആ യാത്ര നടക്കുകയാണെങ്കിൽ മീൻസ് വിൻഡോ സീറ്റ് കിട്ടുകയാണ്. റിസർവേഷൻ ഇല്ല, അൺറിസർവ്ഡ് പോകാൻ പോകുന്നത്. അപ്പോൾ ഇരിക്കാൻ സ്ഥലം കിട്ടുകയാണ്, വിൻഡോ സീറ്റ് കിട്ടുകയാണ് എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് വേറൊരു വീഡിയോ ആയിട്ട് ക്യാപ്ചർ ചെയ്യുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ അതൊരു വീഡിയോ ഉണ്ടാവില്ല. എന്തായാലും നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നുള്ള നമുക്ക് എന്തായാലും നോക്കാം. ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. കാര്യം ഇത് ഒരുപാട് കാലമായിട്ട് ഒരുപാട് പ്രേക്ഷകർ നമ്മൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു വീഡിയോ ആണ്. 12677 എറണാകുളം ഇൻ്റർസിറ്റിയുടെ, ബാംഗ്ലൂർ എറണാകുളം ഇൻ്റർസിറ്റിയുടെ വീഡിയോ. അതുകൊണ്ടാണ് ഇപ്രാവശ്യം നമ്മളിത് ചെയ്തത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, പൂർണ്ണമായിട്ട് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ്സ്, സജഷൻസ്, ഫീഡ്ബാക്ക് എല്ലാം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. വീഡിയോ തീരാറായില്ല, എറണാകുളം ജംഗ്ഷനിൽ എത്തിയിട്ട് തീരുള്ളൂ. അവിടെ ഒരു വാപ്പ് 4 ഹോളിൽ ട്രെയിൻ കിടപ്പുണ്ട്, അതിനൂടെ ക്യാപ്ചർ ചെയ്യാൻ തീർക്കുള്ളൂ എന്തായാലും. നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 2ലേക്ക് കയറുന്നത്. പ്ലാറ്റ്ഫോം അപ്പുറത്തെ സൈഡിലാണ്. ആലക്കോണത്തിൻ്റെ വാപ്പ് 4 22838 ആണത്. ആലപ്പുഴ ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. അല്ല സുഹൃത്തുക്കളെ, നമ്മൾ എത്തിക്കഴിഞ്ഞു. എറണാകുളം ജംഗ്ഷനിലെ പ്ലാറ്റ്ഫോം നമ്പർ 2 ഓൾറെഡി ട്രെയിൻ വന്ന് നിൽക്കുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ എത്തുന്നില്ല, ട്രെയിൻ എത്തിക്കഴിഞ്ഞു. നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് തീർച്ചയായിട്ടും ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഫീഡ്ബാക്ക് കമൻറ്റ്സ് രേഖപ്പെടുത്തുക. പുതിയ വീഡിയോസിന് ഐഡിയാസ് രേഖപ്പെടുത്തുക. നമുക്കിനി വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ബൈ.